ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയ വ്യക്തിത്വവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂരിന്റെ ഏറ്റവും പുതിയ പ്രതികരണവുമായിട്ടാണ്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങിയെത്തിയ തരൂർ താൻ നടത്തിയ സുപ്രധാന കൂടിക്കാഴ്ചയെക്കുറിച്ചും ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ചും നിർണായകമായ കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ശശി തരൂർ തന്റെ പ്രതികരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു സംഘത്തോടൊപ്പമുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നില്ലെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും രാജ്യത്തിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ചർച്ചകളാണ് നടന്നതെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കുകയും ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ അവരെ ധരിപ്പിക്കുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയ്ക്കിടയിൽ ഉന്നയിപ്പിക്കപ്പെട്ട പ്രധാന വിഷയങ്ങളെക്കുറിച്ചും ചർച്ചയായ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. തുടർന്ന് ശശി തരൂർ പാകിസ്ഥാനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. പതിറ്റാണ്ടുകളായി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തുടരുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചു. അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ സ്ഥിരമായി ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെയും ഇന്ത്യക്കെതിരായ പ്രചരണങ്ങളെയും തരൂർ ശക്തമായി എതിർത്തു. പാകിസ്ഥാൻ അവരുടെ മണ്ണ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ത്യൻ സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും പാത പിന്തുടരുമ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനപരമായ നടപടികൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാന്റെ ഈ സ്ഥിരം പല്ലവികൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൽ യാതൊരു വിലയുമില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത ആവശ്യമില്ലെന്ന ഇന്ത്യയുടെ സുസ്ഥിരമായ നിലപാട് ശശി തരൂർ ഈ അവസരത്തിൽ ആവർത്തിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതെങ്കിലും വിദേശ ശക്തികളുടെയോ അന്താരാഷ്ട്ര സംഘടനകളുടെയോ ഇടപെടൽ ഈ വിഷയത്തിൽ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. ഇന്ത്യ എപ്പോഴും സമാധാനപരമായ ചർച്ചകൾക്ക് തയ്യാറാണ്. എന്നാൽ അതിന് പാകിസ്ഥാൻ ആദ്യം ഭീകരവാദം അവസാനിപ്പിക്കുകയും വിശ്വാസം വളർത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. മധ്യസ്ഥയെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ തരൂർ തള്ളിക്കളയുന്നത് ഇന്ത്യയുടെ ഈ വിഷയത്തിലുള്ള വ്യക്തമായ നിലപാട് അടിവരയിടുന്നു. തന്റെ വിദേശയാത്രയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചും ശശി തരൂർ സൂചിപ്പിച്ചിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ രാജ്യത്തിന്റെ വിദേശ നയം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ചർച്ചയായതായി അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും തനിക്ക് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ അംഗമാണെങ്കിലും രാജ്യത്തിന്റെ താൽപര്യങ്ങൾ മുൻനിർത്തി പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തുന്നത് രാഷ്ട്രീയ രംഗത്ത് നല്ല മാതൃക ണെന്ന് പലരും വിലയിരുത്തുന്നു. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് തരൂർ ശ്രദ്ധയോടെ പ്രതികരിച്ചു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ അദ്ദേഹം കൃത്യമായി മറുപടി നൽകിയെങ്കിലും രാജ്യത്തിന്റെ പുരോഗതിക്കും ഐക്യത്തിനും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിൽ തനിക്കുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. ഏത് സാഹചര്യത്തെയും നേരിടാനും രാജ്യത്തിനായി പ്രവർത്തിക്കാനും താൻ തയ്യാറാണെന്ന് തരൂർ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാൻ വീണ്ടും ഭീകരവാദ ആരോപണങ്ങളുമായി രംഗത്തെത്തിയതിനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് തരൂർ ശക്തമായ ഭാഷയിൽ മറുപടി നൽകി. അവരുടെ ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഭീകരവാദത്തിന്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച രാജ്യമാണ് ഇന്ത്യ. ഞങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ സുരക്ഷയെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കുകയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാന്റെ ഇത്തരം പ്രസ്താവനകൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ അവരുടെ വിശ്വസ്തത കൂടുതൽ നഷ്ടപ്പെടുത്തിയേക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മധ്യസ്ഥ ചർച്ചകളെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് തരൂരിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്നും മറുപടിയിൽ നിന്നും വ്യക്തമായിരുന്നു. ഇന്ത്യയുടെ നിലപാട് വ്യക്തമായി അറിയിച്ചിട്ടും ഇതേ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നത് അനാവശ്യമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഉഭയകക്ഷി ചർച്ചകൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ എന്നും അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് പാകിസ്ഥാനാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. തന്റെ ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും അന്താരാഷ്ട്ര സമൂഹത്തിൽ രാജ്യത്തിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുക എന്നതുമാണെന്നും ശശി തരൂർ തന്റെ സംഭാഷണത്തിൽ അവസാന ഭാഗത്ത് വ്യക്തമാക്കിയിരുന്നു. വിവിധ രാജ്യങ്ങളുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിനും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇത്തരം കൂടിക്കാഴ്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങളെക്കുറിച്ചുള്ള പ്രതികരണങ്ങളോട്
തരൂർ തന്റെ പതിവ് നയതന്ത്രജ്ഞതയോടെ പ്രതികരിച്ചു. അനാവശ്യ വിവാദങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം രാജ്യത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ശശി തരൂരിന്റെ ഈ പ്രതികരണങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ചും പാകിസ്ഥാനോടുള്ള രാജ്യത്തിന്റെ നിലപാടിനെ കുറിച്ചും വ്യക്തമായ ചിത്രം നൽകുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ശബ്ദം കൂടുതൽ ശക്തമായി ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.